ഹായ്, ഇന്ന് വീഡിയോ എടുക്കാൻ കൂടെ അമ്മയുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ സിമ്പിളായിട്ടൊരു എഗ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ വിചാരിച്ചു വീഡിയോയിൽ എന്നെ അമ്മേനെയും കൂടി കാണിക്കാമെന്ന്. പക്ഷേ ആ ഫോൺ അവിടെ നിന്നില്ല. അപ്പോൾ വീണ്ടും ഞാനത് കയ്യിൽ തന്നെ എടുത്ത് പിടിച്ചു. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പച്ചമുളകും കീറി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചതാണ്. അതൊന്ന് ജസ്റ്റ് നന്നായി വാടി വരുമ്പോഴത്തേനും നമുക്കതിൽ സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സവാള ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. എന്നിട്ടതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇടയിൽ അമ്മയും കൂടി വരുന്നുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. എന്നിട്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഇടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇടുന്നത് ഗരം മസാലയാണ്. ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളിടുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളി ഇടുന്നുണ്ട്. തക്കാളി ഒന്ന് വേവണ വരെ അത് നന്നായി വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ച മണം മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സൈഡിൽ മുട്ടയും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ചേർക്കുന്നത്. അത് നന്നായി പിഴിഞ്ഞെടുത്ത് ആ ഒരു പാലിൽ ആ ഒരു കറി കുറച്ച് നേരം വേവിച്ചെടുക്കണം. അത് ഏകദേശം നന്നായി തിളപ്പിച്ചെടുക്കണ ആ ഒരു ടൈമിൽ നമുക്ക് മുട്ട ചേർക്കാവുന്നതാണ്. മുട്ട ഏകദേശം നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മസാല ഉള്ളിലേക്ക് പോയി അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നന്നായി കിട്ടുന്നതാണ്. ഈ മുട്ട ഇങ്ങനെ ഇട്ടതിന് ശേഷം അത് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ മസാല അതിൽ നന്നായി പിടിക്കുള്ളൂ. സോ ഏകദേശം ഇങ്ങനെയാണ്. പിന്നെ ആ ഒരു കറി നന്നായി തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ഒന്നാം പാല് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. തേങ്ങാപ്പാൽ ചേർത്താൽ തന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. എന്നിട്ട് ഞാൻ ഇതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് കസ്തൂരി മേത്തി നന്നായി കൈയും കൊണ്ട് പൊടിച്ച് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് വരുത്താൻ നല്ലതാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം കറി ആയിക്കഴിഞ്ഞു. നമ്മൾ കുറച്ച് കറി ലീഫും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഒരു കറി ചപ്പാത്തിയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.